വെൽക്കം ടു ഷിദാസ് ടോക്ക്. ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലുള്ള ദ ടോയ്ലറ്റ് എന്ന പാഠഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൻ്റെ കാര്യം മറന്നു പോകരുത്. എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ പാഠഭാഗത്തുള്ള ആ ഒരു സൈഡിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അല്ലേ, വൈൽ വി റീഡ് എന്ന ഭാഗത്തുള്ള ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എ എന്ന് പറയുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു വാണ്ട് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് ലൈക്ക് ദ ഓതർ? നിങ്ങളും ഓതറെ പോലെ വ്യത്യസ്തമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. പൊതുവേ നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർ തന്നെയായിരിക്കും കൂടുതൽ പേരും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെയുടെ ആൻസർ എഴുതാൻ പറ്റുക? യെസ്, ഐ വാണ്ട് ടു എക്സ്പ്ലോർ ഡിഫറെൻറ്റ് കരിയർ, ടു ഫൈൻഡ് വാട്ട് ഐ ആം പാഷനേറ്റ് അബൌട്ട്, ഫേസ് ന്യൂ ചാലഞ്ചസ് ആൻഡ് ഫൈൻഡ് എ ജോബ് ദാറ്റ്സ് മോർ ഫുൾഫില്ലിംഗ് ആൻഡ് അലൈൻസ് വിത്ത് മൈ വാല്യൂസ് അല്ലേ. അപ്പോൾ ഇതിന് എന്താ ആൻസർ എന്താ നമ്മൾ എഴുതിയത്? പുതിയ വെല്ലുവിളികളെ അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലേ, എൻ്റെ മൂല്യങ്ങളുമായി യോജിക്കുന്ന, എനിക്ക് താല്പര്യമുള്ള ഒരു പ്രൊഫഷൻ കണ്ടെത്താനും ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനും അല്ലേ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ എഴുതാം. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ എന്താ? വൈ വാസ് ദ ഓതർ ലോക്ക്ഡ് അപ്പ് ഇൻ ദ റൂം ഓൺ വീക്ക് ഡേയ്സ് അല്ലേ. വീക്ക് ഡേയ്സിൽ എന്തുകൊണ്ടാണ് ഓതർ എന്ത് ചെയ്തത്? റൂമിൽ ലോക്കായിപ്പോയത്. വീക്ക് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കിംഗ് ടൈംസ്, അതായത് നമ്മുടെ ഹോളിഡേയ്സ് അല്ല, മറ്റുള്ള ദിവസങ്ങളിൽ എന്തുകൊണ്ടാണ് റൂമിൽ ലോക്കായിപ്പോയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? ദ ഓതർ വാസ് ലോക്ക്ഡ് അപ്പ് ഇൻ ദ റൂം സോ ദാറ്റ് ദ മാഡം വുഡിൻറ്റ് സീ ഹർ. മാഡം ആരെ കാണാൻ പാടില്ല? നമ്മുടെ ഓതറെ കാണാൻ വേണ്ടി പാടില്ല. അത് എന്തുകൊണ്ട് എന്നൊക്കെ നമ്മൾ കഥയിൽ കൂടുതൽ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് മാത്രം പറഞ്ഞിട്ട് പോയാൽ മതി. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ എന്താ? വാട്ട് മെയ്ഡ് ദ ഓതർ ചൂസ് ദ ടോയ്ലറ്റ് ആസ് ഹർ പ്രൈവറ്റ് സ്പേസ് ടു റീഡ്? വായിക്കാനുള്ള ഒരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് ഓതർ എന്തുകൊണ്ടാണ് ആ ടോയ്ലറ്റ് കണക്കാക്കിയത് എന്നാണ് ചോദിക്കുന്നത് അല്ല, കണ്ടെത്തിയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്താ ആൻസർ പറയാം? ദ ഓതർ ഹാഡ് ടു ഫൈൻഡ് സംതിങ് ടു ഡു ഇൻ ദ 2 hours ബിഫോർ ഷീ കുഡ് ക്യാച്ച് ദ 7:30 ബസ് ടു വർക്ക്. ആ ഒരു 7:30 പുറപ്പെടുന്ന അല്ലെങ്കിൽ 7:30 പോകേണ്ട ആ ഒരു ബസ് അതിലെത്തുന്നവരെയും ഓതർക്ക് എന്ത് ചെയ്യാണ്ട് ആ ഒരു 2 മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. ഷീ വുഡ് ഗോ ടു എ പബ്ലിക് ടോയ്ലറ്റ് ഇൻ ദ പാർക്ക് ആസ് ഇറ്റ് വാസ് നെവർ ലോക്ക്ഡ്, വുഡ് ഗോ ഇൻ ആൻഡ് സിറ്റ് ദർ ആൻഡ് റീഡ് അൻറ്റിൽ ഇറ്റ് വാസ് ടൈം ടു ക്യാച്ച് ദ ബസ്. അതുകൊണ്ടാണ് ഓതർ എന്ത് ചെയ്തത്? ആ ഒരു പബ്ലിക് ടോയ്ലറ്റിലേക്ക് പോകാനും അത് എന്ത് ചെയ്തിട്ടില്ല, ഒരിക്കലും ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അവിടെ ഇരുന്ന് ആ ഒരു ബസ് വരുന്നത് വരെ വായിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് ആ ഒരു ടോയ്ലറ്റ് തനിക്ക് ബുക്ക് വായിക്കാനുള്ള ഒരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് ഓതർ കണക്കാക്കിയത്. അതിൻ്റെ റീസൺ അറിയാലോ, അതായത് ആ 7:30 വരുന്ന ബസ് വരെയും ആ ഒരു ടൈം എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ നറേറ്റർ ലൈക്ക് ദ ടോയ്ലറ്റ്? എന്തുകൊണ്ടാണ് ഓതർക്ക് ആ ടോയ്ലറ്റ് വളരെ ഇഷ്ടമായത്? ദ ഓതർ ലൈക്ക് ദ ടോയ്ലറ്റ് ബിക്കോസ് ദ വിൻഡോ വാസ് വെരി കോൾഡ്. ഓതർക്ക് ആ ടോയ്ലറ്റ് ഇഷ്ടമാവാനുള്ള കാരണം അവിടുത്തെ വിൻ്റർ എന്താണ്, വളരെയധികം തണുപ്പ് നിറഞ്ഞതാണ്. ദോ ഇറ്റ് വാസ് നോട്ട് വാം ഇൻ ദർ വൺ ഷുഡ് ക്ലോസ് ദ ഡോർ ഇറ്റ് യൂസ് ടു ബി ലിറ്റിൽ ലെസ് വിൻഡി. അവിടെ അതിൻ്റെ അകത്ത് ചൂടുള്ളത് കൊണ്ടെന്നല്ല, പക്ഷേ എന്താവും, ആ ഒരു ഡോർ അങ്ങ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തണുത്ത കാറ്റങ്ങനെ അടിക്കില്ല. ഓൾസോ ദ ടോയ്ലറ്റ് വാസ് വെരി സ്മോൾ, ദ വാൾസ് വെയർ വണ്ടർഫുള്ളി ക്ലോസ് ടു ഹർ ആൻഡ് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഇറ്റ് വാസ് മേഡ് ടു ഫിറ്റ് ഹർ അലോൺ. കൂടാതെ ആ ഡോർ അങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, വളരെ ചെറുതാണ് അല്ലേ, ടോയ്ലറ്റ് വളരെ ചെറുതാണ്. ആ ഡോറാണെങ്കിൽ എന്താണ്, ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ അടുത്ത് ആ ഒരു ചുമരുകളൊക്കെ ഓതറുടെ വളരെ അടുത്ത് വന്ന് നിൽക്കുന്ന തോന്നും. അപ്പോൾ അത് ഓതർക്കായിട്ട് ഉണ്ടാക്കിയതുപോലെ ആർക്ക് ഫീൽ ചെയ്യും? നമ്മുടെ സിനാ മെലോഫിന് ഫീൽ ചെയ്തു അല്ലേ. അതുകൊണ്ടാണ്
ഷീ ഡിഡ് എ ലോട്ട് ഡേ ഡ്രീമിങ് ടു അവിടെ വെച്ചിട്ട് എന്തും ചെയ്യുന്നുണ്ട്, ഒരുപാട് ദിവാസ്വപ്നങ്ങളും ആ ടോയ്ലറ്റിൽ വെച്ചിട്ടാണ് ആര് കാണുന്നത്, നമ്മുടെ ഓദർ കാണുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഓദർക്ക് ആ ടോയ്ലറ്റ് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നത്. ഐ കുഡിൻ കോൺസെൻട്രേറ്റ് ഇൻ ക്ലാസ് സേസ് ദ നറേറ്റർ വൈ. എനിക്ക് ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എന്ന് നറേറ്റർ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ദ നറേറ്റർ ഷോഡ് ഹെർ ഇംഗ്ലീഷ് ടീച്ചർ ഹെർ ഫസ്റ്റ് പോം വിച്ച് മെയ്ഡ് ഹെർ സോ എക്സൈറ്റഡ് ദാറ്റ് ഷി കുഡിൻ കോൺസെൻട്രേറ്റ് ഇൻ ക്ലാസ് ഫോർ ദ ഹോൾ ഡേ. അപ്പോൾ നറേറ്റർ ആദ്യമായിട്ട് ഇംഗ്ലീഷ് ടീച്ചർക്ക് അവർ എഴുതിയ ആദ്യത്തെ ഒരു പോം കാണിച്ചു അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ് ഓദർക്ക് ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റാതിരുന്നത്. നെക്സ്റ്റ്, വാട്ട് പ്രോംപ്റ്റഡ് ദ നറേറ്റർ ടു ബൈ എ നോട്ട് ബുക്ക്. എന്താണ് ഒരു നോട്ട് ബുക്ക് വാങ്ങാൻ ഓദറെ പ്രേരിപ്പിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? ദ നറേറ്റർ എൻജോയ്ഡ് റൈറ്റിംഗ് തിങ്സ് ഡൗൺ വെൻ ഷീ ഹാഡ് ടൈം. ഷീ ബോട്ട് ഹെർസെൽഫ് എ നോട്ട് ബുക്ക് ഇൻ വിച്ച് ഷീ ഹോപ്പ് ടു റൈറ്റ് സംതിങ്. അപ്പോൾ നറേറ്റർ ആ ഒരു കിട്ടുന്ന ടൈമിൽ അല്ലേ, സമയം ഉണ്ടായിരുന്നപ്പോൾ എന്തെങ്കിലും കുത്തിക്കുറിക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നറേറ്റർ എന്ത് ചെയ്തത്, എന്തെങ്കിലും അതിൽ എഴുതാലോ എന്ന് വിചാരിച്ചിട്ടാണ് നറേറ്റർ വെറുതെ ഒരുപാട് ടൈം വെറുതെ ഉണ്ട് അല്ലെ, ആ ടോയ്ലറ്റിലൊക്കെ ഇരിക്കുന്ന ടൈം ഒരുപാടുണ്ട്, അതുകൊണ്ടാണ് ഒരു നോട്ട് ബുക്ക് വാങ്ങിയത് അതിലെന്തെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട്. ദ നറേറ്റർ ഹാഡ് ടു കം ആൻഡ് ഗോ സീക്രറ്റ്ലി വൈ. നറേറ്റർ വളരെ രഹസ്യമായിട്ട് വരികയും പോവുകയും ചെയ്യണം, എന്തുകൊണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? ദ നറേറ്റർ ഹാഡ് ടു കം ആൻഡ് ഗോ സീക്രറ്റ്ലി ബിക്കോസ് ദ വൈറ്റ് പീപ്പിൾ ഡിഡ്ന്റ് നോ ഷീ സ്റ്റേഡ് ദർ. അതായത് ആ ഹൗസ് ഓണർ വൈറ്റ് പീപ്പിളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഹൗസ് ഓണർ എന്ത് ചെയ്യാൻ പാടില്ല, അറിയാൻ പാടില്ല സിസ്റ്റർ കൂടെ, അതായത് ഐറിൻ എന്നാണ് നമ്മുടെ ഓദറുടെ സിസ്റ്ററുടെ പേര് അല്ലേ. ഐറിൻ്റെ കൂടെ നമ്മുടെ സിനാമിലോഫും കൂടെ അവിടെ താമസിക്കുന്നുണ്ട് എന്ന് ആരറിയാൻ പാടില്ല, വൈറ്റ് പീപ്പിൾ അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് രഹസ്യമായി പോവുകയും വരികയും ചെയ്യേണ്ടി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഹൗ ഡിഡ് ദ നറേറ്റർ മാനേജ് ഹെർ സീക്രട്ട് സ്റ്റേ. എങ്ങനെയാണ് അവിടെയുള്ള ആ ഒരു രഹസ്യ താമസം എങ്ങനെയാണ് നമ്മുടെ നറേറ്റർ, നമ്മുടെ സിനാമിലോഫ് മാനേജ് ചെയ്തത്? The narrator come back from work, then waited in the park till it was safe for her to go back into the yard without being noticed. അപ്പോൾ നറേറ്റർ എന്ത് ചെയ്യും, ആ വർക്കും കഴിഞ്ഞ് വന്ന് അവിടെ സിസ്റ്റർ പാർക്കിൽ വെയിറ്റ് ചെയ്തിട്ട് നല്ല കറക്റ്റ് ടൈം ആരും നോട്ടീസ് ചെയ്യാത്ത ഒരു സമയത്തേക്ക് എന്ത് ചെയ്യും, അവരുടെ ആ ബാക്ക് യാർഡിലുള്ള വീട്ടിലേക്ക് പോകും. ഷീ യൂസ് ടു സ്റ്റീൽ ഹെർ വേ ഇൻ വിത്തൗട്ട് ഡിസ്റ്റർബിങ് എനി വൺ ഓർ ബീയിങ് സീൻ ബൈ ദ വൈറ്റ് പീപ്പിൾ ഹു ഹാഡ് ദർ സപ്പർ അറ്റ് 6:30. അപ്പോൾ എന്ത് ചെയ്യും, ഒരാളെയും ഡിസ്റ്റർബ് ചെയ്യാതെ ആരും കണ്ടുപിടിക്കപ്പെടാതെ, അതായത് ആ വൈറ്റ് പീപ്പിൾ കണ്ടുപിടിക്കപ്പെടാതെ അവരുടെ ഒരു സപ്പർ ടൈമുണ്ട് 6:30. ആ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, നറേറ്റർ വളരെ രഹസ്യമായി അകത്ത് കിടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് ദ നറേറ്റർ അൺഎബിൾ ടു മൂവ് ഓർ റെസ്പോണ്ട് ടു ദ കോൾ. നറേറ്റർക്ക് എന്തുകൊണ്ടാണ് അനങ്ങാനോ ആ ഒരു വിളിക്ക് ഉത്തരം നൽകാനോ കഴിയാതിരുന്നത്? ഇത് എവിടെയാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ. ആ ഡോഗ്സ് നമ്മുടെ നറേറ്ററുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ആ ഹൗസ് ഓണർ എന്ത് ചെയ്യുന്നുണ്ട്, ഐറിൻ എന്ന് വിളിക്കുന്നുണ്ട് നറേറ്ററുടെ സിസ്റ്ററുടെ പേര്. ആ സമയത്തുള്ള ഒരു ഇവൻ്റാണിത്. അപ്പോൾ അതിനെന്താ നമ്മൾ ആൻസർ പറയാം? The narrator was unable to move or respond to the call as the dogs were standing right in front of her. എന്തുകൊണ്ടാണ് അനങ്ങാനോ അതിന് പ്രതികരിക്കാനോ ആ വിളിക്ക് ഉത്തരം നൽകാനോ കഴിയാതിരുന്നത്? ആ ഡോഗ് എന്ത് ചെയ്യുന്നുണ്ട്, നറേറ്ററുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ദെയർ ടീത്ത് സോ ത്രെട്ടണിങ്ലി ലോങ്. അതിൻ്റെ പല്ലൊക്കെ നമ്മളെ ഭയപ്പെടും വിധത്തിൽ അല്ലെ, ഭീഷണിപ്പെടുത്തും വിധത്തിൽ വളരെ നീളമുള്ളതാണ്. അപ്പോൾ പേടിച്ചുകൊണ്ടാണ് നമ്മുടെ നറേറ്റർക്ക് അനങ്ങാനോ ആ ഒരു വിളിക്ക് ഉത്തരം നൽകാനോ കഴിയാതിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് അനോയ്ഡ് ഐറിൻ ദ നറേറ്റർ സിസ്റ്റേഴ്സ്. എന്താണ് ഐറിനെ ആ ഒരു ദേഷ്യപ്പെടുത്തിയത് അല്ലേ, അനോയ്ഡ് ആക്കിയത് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? ഐറിൻ ദ നറേറ്റർ സിസ്റ്റർ വാസ് അനോയ്ഡ് ആസ് ദ നറേറ്റർ ഡിഡിൻ വെയിറ്റ് ഫോർ ഹെർ ഔട്ട്സൈഡ് ഇൻ സ്ട്രീറ്റ് so that they could walk in together and she could have said that her sister was visiting. അപ്പോൾ അവളെ ആകെ ബുദ്ധിമുട്ടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടില്ല, സിനാമിലോഫ് സിസ്റ്റർ എന്ത് ചെയ്തില്ല, സ്ട്രീറ്റിൽ വെയിറ്റ് ചെയ്തില്ല. അതുകൊണ്ട് സോ ദാറ്റ് ദേ കുഡ് വാക്ക് ഇൻ ടുഗദർ, അതുകൊണ്ട് അവർ ഒരുമിച്ചല്ല വന്നത്. ആൻഡ് ഷീ കുഡ് ഹാവ് സെഡ് ദാറ്റ്, അതുകൊണ്ട് അവൾക്ക് എന്ത് പറയേണ്ടി, അവർ വീണ്ടും കാണുകയാണെങ്കിൽ, മാഡം വീണ്ടും കാണുകയാണെങ്കിൽ ഇവൾ എന്നെ കാണാൻ വന്നതാണ് എന്ന് ആർക്ക് പറയാൻ വേണ്ടി പറ്റില്ല, നമ്മുടെ നറേറ്ററുടെ സിസ്റ്റർക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് അവളെ ആകെ അനോയ്ഡ് ആക്കിയത് അല്ലേ. കാരണം അവർ തിരിച്ച് വീണ്ടും ഒരുമിച്ച് ഉള്ളിൽ കയറുമ്പോൾ
നമ്മുടെ മാഡം കാണുകയാണെങ്കിൽ എന്ത് മറുപടി പറയും, എന്ത് മറുപടിയാണ് പറയാൻ കഴിയുക എന്നോർത്തിട്ടാണ് ആർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്, നമ്മുടെ നറേറ്ററുടെ സിസ്റ്റർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഡ് ദ നറേറ്റർ ഫീൽ ലോൺലി ആൻഡ് സെഡ് പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് ദാറ്റ് ജസ്റ്റിഫൈ യുവർ റെസ്പോൺസ്. ഡിഡ് ദ നറേറ്റർ ഫീൽ ലോൺലി ആൻഡ് സാഡ്? നറേറ്റർ വളരെ ഏകാന്തമായും ആ ഒരു വിഷമത്തിലൊക്കെ ആയിരുന്നു. ഏത് സെൻറ്റൻസാണ് അതിന് നമുക്ക് ഈ ടെക്സ്റ്റിൽ നിന്നും പറയാൻ പറ്റുക? യെസ്, ദ നറേറ്റർ ഫെൽറ്റ് ലോൺലി ആൻഡ് സാഡ്. ദ ഫോളോയിങ് സെൻറ്റൻസ് ജസ്റ്റിഫൈ ദ റെസ്പോൺസ്. ഐ ജസ്റ്റ് വാണ്ട് ടു ഹൗൾ ലൈക്ക് എ ഡോഗ്. ഐ വിഷ് സംബഡി വുഡ് കം ആൻഡ് ബി മൈ ഫ്രണ്ട് and tell me that I was not useless and that my sister did not hate me and tell me that one day I would have a nice place to live. അതായത് സിസ്റ്റർ, നറേറ്റർ എന്ത് ചെയ്തു, സിസ്റ്ററോട് പറയാതെ അകത്തേക്ക് വന്നു. അവിടെ ഹൗസ് ഓണർ കണ്ടു അല്ലേ. അപ്പോൾ ആ ഒരു വിവരമൊക്കെ സിസ്റ്ററോട് പറഞ്ഞപ്പോൾ സിസ്റ്റർ ആകെ ഇനിയിപ്പോൾ വീണ്ടും ഒരുമിച്ച് അകത്ത് ചെല്ലുമ്പോൾ വൈറ്റ് പീപ്പിൾ കണ്ടാൽ എന്ത് പറയും, എന്ത് മറുപടി പറയും എന്നറിയാതെ വിഷമിച്ചിരിക്കുന്നേ അല്ലേ. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയപ്പം സിസ്റ്റർ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ നറേറ്ററോട് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. ആ സമയത്തുണ്ടായിരുന്ന നമ്മുടെ നറേറ്ററുടെ ഫീലിംഗ് ആണ് ഈ ലൈനിൽ കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ടെക്സ്റ്റ് എടുക്കുമ്പോൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ചസ് ഡിഡ് ഷീ നോട്ടീസ് ഇൻ ദ ടോയ്ലറ്റ്? അല്ലേ, ടോയ്ലറ്റിൽ എന്ത് മാറ്റമാണ് അവൾ ശ്രദ്ധിച്ചത്? എന്ത് മാറ്റമായിരുന്നു ടോയ്ലറ്റിലുണ്ടായിരുന്നത്? ഷീ നോട്ടീസ് ദാറ്റ് ദ ഡോർ ഹാഡ് ബീൻ പെയിൻറ്റഡ് and that a new window pane had replaced the old broken one. അല്ലേ, അവിടെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ജനൽപ്പാളിയൊക്കെ, പൊട്ടിയ ജനൽപ്പാളിക്ക് പകരം പുതിയതൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ. ഇതാണ് ആ ഒരു ടോയ്ലറ്റിന് വന്ന ചേഞ്ചസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, വാട്ട് മെയ്ഡ് ദ നറേറ്റർ ആക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ദ ടോയ്ലറ്റ് വാസ് നോട്ട് ഹേഴ്സ്? ആ ടോയ്ലറ്റ് അവളതല്ല എന്ന് ആ ഒരു നറേറ്റർ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വന്ന ആ ഒരു സംഭവം എന്താണെന്ന് അല്ലേ, എന്താണ് എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ എന്താ ആൻസർ പറയാം? ദ നറേറ്റർ റീച്ച്ഡ് ഫോർ ദ ഡോർ ഓഫ് ദ ടോയ്ലറ്റ് ആൻഡ് ഫൗണ്ട് ഇറ്റ് ലോക്ക്ഡ്. നറേറ്റർ അവിടെ എത്തിയപ്പോൾ ആ ടോയ്ലറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ലോക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ദെൻ ഷീ ആക്സെപ്റ്റഡ് ദ ഫാക്ട് ദാറ്റ് ദ ടോയ്ലറ്റ് വാസ് നോട്ട് ഹെർ. അപ്പോഴാണ് അവൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നത്, ആ ടോയ്ലറ്റ് തൻ്റെതല്ല എന്ന ആ ഒരു തിരിച്ചറിവിലേക്ക്, അല്ലെങ്കിൽ അത് സ്വീകരിക്കേണ്ടി വന്നത്, ആ ടോയ്ലറ്റ് തൻ്റെതല്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടി വന്നത്. ഇനി ഇതിലെ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ലെറ്റ്സ് റിവൈൻഡ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അതുകൂടെ നമുക്ക് നോക്കാം. ലെറ്റ്സ് റിവൈൻഡ് എന്ന ഭാഗത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ദ പബ്ലിക് ടോയ്ലറ്റ് അൺഎക്സ്പെക്റ്റഡ്ലി ടേൺഡ് ഔട്ട് ടു ബി എ യൂസ്ഫുൾ ആൻഡ് വാല്യുബിൾ ലൊക്കേഷൻ ഫോർ ദ നറേറ്റർ. ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൺ? അല്ലേ, ആ പബ്ലിക് ടോയ്ലറ്റ് വളരെ അപ്രതീക്ഷിതമായിട്ട് എന്തായി മാറിയിട്ടുണ്ട്, വളരെ യൂസ്ഫുള്ളും വാല്യുബിളും ആയ ഒരു ലൊക്കേഷനായി മാറിയിട്ടുണ്ട് നറേറ്റർക്ക് അല്ലേ. അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്താ ആൻസർ പറയാം? ദ പബ്ലിക് ടോയ്ലറ്റ് ബിക്കം എ valuable place for the narrator because it was the only private space where she could read, daydream and write. It also provided with shelter from rain and biting cold weather. അപ്പോൾ ഈ പബ്ലിക് ടോയ്ലറ്റ് ഓതറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രൈവറ്റ്, അവർക്കുള്ള ഏക ഒരു പ്രൈവറ്റ് സ്പേസാണ് ഈ ടോയ്ലറ്റ്. അവിടെ നിന്നാണ് വായിക്കുന്നതും ഡേ ഡ്രീം കാണുന്നതും എഴുതുന്നതും ഒക്കെ അവിടെയാണ്. കൂടാതെ ആ ഒരു കടുത്ത തണുപ്പിൽ നിന്നും അവർക്ക് സംരക്ഷണം നൽകുന്ന ഒരു ഷെൽട്ടറും കൂടിയാണ് ആ ഒരു ടോയ്ലറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് ആ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ഒരു പബ്ലിക് ടോയ്ലറ്റ് വളരെ വാല്യുബിളായ ഒരു സ്പേസായിട്ട് മാറിയത്. നെക്സ്റ്റ് അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, ദ നറേറ്റർ ഡിഡ് നോട്ട് ഗെറ്റ് എനി സപ്പോർട്ട് ഫ്രം ഹെർ ഫാമിലി ഇൻ ബിക്കമിങ് എ റൈറ്റർ. ഒരു എഴുത്തുകാരി ആകുന്നതിൽ നറേറ്റർക്ക് വീട്ടിൽ നിന്നും ആവശ്യമുള്ള സപ്പോർട്ടൊന്നും ലഭിച്ചിട്ടില്ല. ഈ സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ് റിയലി നെസസറി ടു അക്കംപ്ലിഷ് വൺസ് ഡ്രീം? ഡിസ്കസ്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള സപ്പോർട്ടും എൻകറേജ്മെൻറ്റൊക്കെ നമ്മുടെ ഒരു സ്വപ്നം പൂവണിക്കുന്നതിന് ആവശ്യമാണോ എന്നാണ് ചോദിക്കുന്നത്. അതിന് നമുക്ക് എന്താ ആൻസർ പറയാൻ പറ്റുക? സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ് ക്യാൻ ബി വെരി ഹെൽപ്ഫുൾ ഇൻ അച്ചീവിങ് വൺസ് ഡ്രീം. ഒരാളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് നമുക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ടും എൻകറേജ്മെൻറ്റും ഒക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നമ്മളുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നതിനുള്ള ആ ഒരു മോട്ടിവേഷനും കോൺഫിഡൻസ് ഒക്കെ നമുക്ക് തരുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഹൗവർ മെനി പീപ്പിൾ അച്ചീവ് ദർ ഡ്രീംസ് ത്രൂ ഡിറ്റർമിനേഷൻ, സെൽഫ് ബിലീഫ് ആൻഡ് ഹാർഡ് വർക്ക്
ഈവൺ വിത്തൗട്ട് എക്സ്റ്റേണൽ സപ്പോർട്ട്. എന്നിരുന്നാലും ചില ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്, മറ്റുള്ളവരുടെ യാതൊരു സപ്പോർട്ടും ഇല്ലാതെ തന്നെ അവരുടെ തന്നെ ഡിറ്റർമിനേഷനിലും സെൽഫ് ബിലീഫിലും ഹാർഡ് വർക്കിലൊക്കെ അവരവരുടെ സ്വപ്നത്തിൽ എത്തിച്ചേരാറുണ്ട് അല്ലേ, അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാറുണ്ട്. അതിന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിറ്റർ എക്സ്പീരിയൻസ് ഇൻ ലൈഫ് മോൾഡഡ് മിലോഫ് ദ റൈറ്റർ. ജീവിതത്തിലുള്ള ആ ഒരു കൈപ്പേറിയ അനുഭവങ്ങളാണ് മിലോഫിൻ്റെ ആ ഒരു എന്താ പറയുക ലൈഫ് ജീവിതം മോൾഡ് ചെയ്തെടുത്തത് എന്ന് പറയുന്നുണ്ട് അല്ലേ. അത് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണ്? അപ്പോൾ അതിനെന്താ നമ്മൾ ആൻസർ പറയാം? യെസ്, ബിറ്റർ എക്സ്പീരിയൻസസ് മോൾഡഡ് മിലോഫ് ആസ് എ റൈറ്റർ. ഹെർ ലോൺലിനെസ് ആൻഡ് അലിനേഷൻ ഗേവ് ഹെർ ടൈം ടു റീഡ് ആൻഡ് ഡേ ഡ്രീം. അവളുടെ ആ ഒരു ഏകാന്തതയും ആ ഒരു ഒറ്റപ്പെടലൊക്കെയാണ് അവൾക്ക് എഴുതാനും കുറേ ദിവാസ്വപ്നങ്ങൾ കാണാനും അവസരമൊരുക്കിയത്. മോട്ടിവേറ്റഡ് ബൈ എ ഫൈറ്റിംഗ് സ്പിരിറ്റ് ആൻഡ് മെമ്മറീസ് ഓഫ് റൈറ്റിംഗ് പോംസ് ആൻഡ് സ്റ്റോറീസ് ഇൻ സ്കൂൾ ഡേയ്സ്, ഷി ഗെയിൻ ദ ഇൻസൈറ്റ് നീഡഡ് എ സക്സീഡഡ് ആസ് എ റൈറ്റർ അല്ലേ. ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റും സ്കൂളിൽ പോയം എഴുതിയ മെമ്മറീസും ഇതൊക്കെ തന്നെയാണ് അവളെ എന്താക്കിയത്, ഒരു സക്സസ്ഫുള്ളായ ആ ഒരു റൈറ്ററാക്കി മാറ്റിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നറേറ്റർ വാസ് ഓൾവേസ് എക്സൈറ്റഡ് ടു ഗോ ടു ദ പാർക്ക് ആൻഡ് ഓക്യുപ്പൈ ദ ടോയ്ലറ്റ്. സബ്സ്റ്റൻഷ്യേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. നറേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും ആ ഒരു പാർക്കിലേക്ക് പോകാനും ആ ഒരു ടോയ്ലറ്റിൽ എത്തിച്ചേരാനും വേണ്ടി വളരെ എക്സൈറ്റഡ് ആണ് അല്ലേ. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് എന്താണ് സബ്സ്റ്റൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ എന്താ ആൻസർ പറയാം? The narrator was excited to go to the park's toilet because it was her only private space to read, daydream and write. കാരണം നറേറ്റർ അവിടെ എത്തിച്ചേരാൻ വളരെയധികം എക്സൈറ്റഡ് ആവുന്നത് ആ ഒരൊറ്റ സ്പേസ് മാത്രമാണ് സ്വന്തമായിട്ട് ആർക്ക് ഫീൽ ചെയ്യുന്നത്, നറേറ്റർക്ക് ഫീൽ ചെയ്യുന്നത്. അവിടെ വെച്ചാണ് നറേറ്റർ വായിക്കുന്നതും എഴുതുന്നതും ഡേ ഡ്രീം കാണുന്നതും അല്ലേ, ദിവാസ്വപ്നങ്ങൾ കാണുന്നതും ഒക്കെ ആ ഒരു ടോയ്ലറ്റിനകത്ത് വെച്ചിട്ടാണ്. ഷി എയിം ടു സ്റ്റാർട്ട് എ ന്യൂ കരിയർ. അവിടെ വെച്ചിട്ടാണ് ഒരു പുതിയ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോലും നമ്മുടെ ഓതർ തീരുമാനിക്കുന്നത് ആ ടോയ്ലറ്റ് വെച്ചിട്ടാണ് അല്ലേ. അവിടെ നിന്ന് ലഭിക്കുന്ന ആ ഒരു എഴുത്തിലൂടെയൊക്കെയാണ് നമ്മുടെ നറേറ്റർ പിന്നീട് അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയായി മാറുന്നത്. ദിസ് സോളിറ്ററി സ്പേസ് ഓഫ് ദ ടോയ്ലറ്റ് ഹെൽപ്ഡ് ഹെർ ഗ്രോ ഇൻ ടു എ സക്സസ്ഫുൾ റൈറ്റർ. ഈ ഒരു ഏകാന്തമായ ടോയ്ലറ്റിലെ ഈ ഒരു സ്പേസാണ് നമ്മുടെ ഓതറെ വളരെ സക്സസ്ഫുള്ളായ ഒരു റൈറ്ററാക്കി മാറ്റിയത്. ഇതിൽ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താ? How did the narrator adapt to the fact that the toilet was not hers? അല്ലേ, എന്തുകൊണ്ടാണ് ആ ടോയ്ലറ്റ് തൻ്റേതല്ലാന്ന് ദ നറേറ്റർക്ക് എന്ത് ചെയ്യേണ്ടി വന്നത്? നറേറ്റർക്ക് അഡാപ്റ്റ് അത് സ്വീകരിക്കേണ്ടി വന്നത് അല്ലേ, ടോയ്ലറ്റ് തൻ്റെതല്ലാന്ന് തിരിച്ചറിയേണ്ടി വന്നത് എപ്പോഴാണെന്ന് അല്ലേ. അപ്പോൾ അതിനെന്താ നമ്മൾ ആൻസർ പറയാം? ദ ടോയ്ലറ്റ് ഡോർ വാസ് ഓൾവേസ് ഓപ്പൺ, giving the narrator sense of privacy and ownership. But one morning she found it locked and had to accept the fact that it wasn't really hers. ആ ടോയ്ലറ്റ് എപ്പോഴും നറേറ്റർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, തുറന്നു വെക്കുകയും ആ ഒരു ടോയ്ലറ്റ് തൻ്റെതാണെന്നുള്ള ആ ഒരു രീതിയിൽ നറേറ്റർ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം രാവിലെ നമ്മുടെ ഓതർ അവിടെ എത്തുമ്പോൾ, നമ്മുടെ നറേറ്റർ അവിടെ എത്തുമ്പോൾ എന്ത് കണ്ടു? ആ ടോയ്ലറ്റ് ലോക്ക് ചെയ്തതായിട്ട് കണ്ടു. അപ്പോഴാണ് നറേറ്റർക്ക് ആ ടോയ്ലറ്റ് തൻ്റെതല്ല എന്ന ഒരു തിരിച്ചറിവ് വന്നത്. ഓക്കെ, എന്നാൽ അതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ നമ്മൾ ടെക്സ്റ്റിൽ തന്നെ ആൻസർ ചെയ്യേണ്ടതാണ്. എന്താണ് അതിലെ ക്വസ്റ്റ്യൻ? റീഡ് ദ സ്റ്റോറി അഗെയിൻ ആൻഡ് ഫിൽ അപ്പ് ദ ബോക്സ് ഗിവൺ. ഒന്നുകൂടെ സ്റ്റോറി വായിക്കുക, എന്നിട്ട് ഈ ബോക്സ് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അപ്പോൾ എന്താണ് വേണ്ടത്? നമ്മൾ വേസ് ഓഫ് പാസിങ് ലെഷർ ടൈം, ഒഴിവ് സമയങ്ങൾ എങ്ങനെയാണ് നമ്മൾ നീക്കുന്നത് അല്ലെ ചിലവഴിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ നമ്മൾ എഴുതേണ്ടത് മാഡം ഒഴിവ് സമയം എങ്ങനെയാണ് ചിലവഴിച്ചത് എന്നാണ്. അപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു? പെയിൻറ്റിങ് ഹെർ നെയിൽസ്, പിന്നെയോ ഷെയറിങ് ടീ വിത്ത് ഹെർ ഫ്രണ്ട്, ലേയിങ് ഇൻ ദ സൺ ബൈ ദ പൂൾ. അപ്പോൾ ഈ രീതിയിലായിരുന്നു മാഡം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നറേറ്റർ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്തത് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നറേറ്റർ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്തത്? ഇൻ ദ റൂം റീഡിങ് ഓൾ ന്യൂസ് പേപ്പർ ആൻഡ് മാഗസീൻ. ആ റൂമിൽ നിന്ന് പഴയ ന്യൂസ് പേപ്പറും പിന്നെ മാഗസീനൊക്കെ വായിച്ചുകൊണ്ടാണ് നറേറ്റർ എന്ത് ചെയ്തത്, ടൈം സ്പെൻഡ് ചെയ്തത്. പിന്നെ എങ്ങനെയാണ്? ഇൻ ദ ടോയ്ലറ്റ് റീഡിങ് ആൻഡ് ഡേ ഡ്രീമിങ്. ടോയ്ലറ്റ് വെച്ചിട്ടാണെങ്കിൽ ബുക്ക് വായിച്ചുകൊണ്ടും ദിവാസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടുമാണ് നമ്മുടെ നറേറ്റർ ടൈം സ്പെൻഡ് ചെയ്തത്. ഇനി നമ്മളെങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആൻസർ പറയാം? നമുക്കിപ്പോൾ വേണമെങ്കിൽ എന്തൊക്കെ എഴുതാം? സ്പെൻഡ് ടൈം വിത്ത് ഫ്രണ്ട്സ് ഓർ ഫാമിലി. ഫ്രണ്ട്സിൻ്റെയോ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും.
നമുക്ക് ഒഴിവ് കിട്ടുമ്പോൾ അല്ലേ, അല്ലെങ്കിൽ എന്ത് പറയാം, എൻജോയ് മൂവീസ്, TV ഷോസ് ഓർ വീഡിയോ ഗെയിം. TV ഷോയോ മൂവിയോ വീഡിയോ ഗെയിമൊക്കെ കളിച്ച് നമ്മൾ എൻജോയ് ചെയ്യും. ഇനിയിപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാനിവിടെ എന്താണ് എഴുതാൻ വേണ്ടി പറ്റുക, മെയിൻറ്റെയിൻ ദ ഗാർഡൻ, എൻ്റെ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യും. കൂടാതെ വേറെന്ത് ചെയ്യും, മേക്ക് സം ക്രാഫ്റ്റ് യൂസിങ് വേസ്റ്റ് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഈ ആൻസർ എഴുതാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഉള്ളത്. അടുത്ത ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൻ്റെ കാര്യം മറന്നു പോകരുത്.